പ്രിയമുള്ളവരെ, ഒരു 4-5 വർഷം മുമ്പ് ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ ധ്യാനം കൂടാൻ വന്ന ഒരു അമ്മയും അമ്മയുടെ 4ാം ക്ലാസ്സിലും മറ്റും പഠിക്കുന്ന ഒരു പെൺകുട്ടിയും ധ്യാനത്തിനിടയിൽ അവരൊരു പ്രാർത്ഥനാ സഹായം ചോദിച്ച് എൻ്റെ അടുത്ത് ഓഫീസിൽ വന്നു. അമ്മ എൻ്റെ മുന്നിലുള്ള മേശയുടെ മുന്നിലൊരു കസേര ഇട്ടിട്ടുണ്ട്. ആ കസേരയിൽ ഇരിക്കുന്നു. ആ മുറിയിലേക്ക് കയറി വന്ന വഴിയെ പെൺകുട്ടി ഓടി എൻ്റെ ചെയറിൻ്റെ അടുത്തേക്ക്, എൻ്റെ വലതുവശത്തേക്ക് വന്നു. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. എന്നുണ്ടൊരു വിശേഷം എന്നൊക്കെ ചോദിച്ചു. എനിക്ക് പരിചയമൊന്നുമില്ലാത്തൊരു കുട്ടിയാണ്. പെട്ടെന്ന് ഈ അമ്മ എൻ്റെ മുമ്പിലിരുന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. ആ കരച്ചിലിനിടയിൽ അമ്മ പറയുന്നത് ഇങ്ങനെയാണ്: അമ്മയ്ക്ക് 3 മക്കളും മറ്റും ഉണ്ട്. ഇളയ കുട്ടിയാണ് ഇവൾക്ക് ജന്മന ഇവളുടെ ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉണ്ട്, ഹൃദയത്തിന് രോഗമുണ്ട്. 1-2 സർജറി കഴിഞ്ഞതാണ്. പക്ഷെ ഇനിയും സർജറി വേണം. ഇവളുടെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീടിൻ്റെ സാമ്പത്തികം ഏതാണ്ട് തീർന്നു. ഈ അവസ്ഥയിൽ ഭർത്താവ് മദ്യപാനം ആരംഭിച്ചു. ഇപ്പോൾ ഭർത്താവ് വീടിൻ്റെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ഈ അമ്മ മകളുടെ ചികിത്സാ കാര്യങ്ങൾ, ബാക്കി മക്കളുടെ പഠനം, ഇതിനൊക്കെ കൂലിപ്പണിയും മറ്റുമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ സങ്കടം ഈ അമ്മ എൻ്റെ മുമ്പിൽ വിവരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് പെട്ടെന്ന് ഈ പെൺകുട്ടിക്ക് രോഗം മൂർച്ഛിക്കും. അങ്ങനെ രോഗം കൂടുമ്പോൾ അപ്പോൾ തന്നെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടണം, അല്ലെങ്കിൽ അപകടമാണ്. ഇതെല്ലാം എൻ്റെ മുമ്പിലിരുന്ന് ഈ അമ്മ ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ അമ്മയെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ഉത്തരം വന്നില്ല. ഞാൻ കേൾക്കുകയാണ്, അമ്മ കരയട്ടെ, അമ്മ പറയട്ടെ, അത് മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആ പെൺകുട്ടി മിണ്ടാൻ തുടങ്ങി. സത്യത്തിലൊരു വൈദികനായ ഞാനാണ് ഒരു സങ്കടമായിട്ടൊരമ്മ വന്നിരുന്ന് കരയുമ്പോൾ ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയേണ്ടതോ ധൈര്യപ്പെടുത്തേണ്ടതോ, പക്ഷെ ഒരു നിമിഷം എന്ത് പറയണമെന്ന് എനിക്കറിയാൻ പാടില്ലാണ്ടായി. ആ സമയത്ത് ഞാൻ ഈ ചേർത്ത് പിടിച്ചിരിക്കുന്ന 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പെൺകുട്ടി ഉണ്ടല്ലോ, ഇവളവിടെ നിന്നുകൊണ്ട്, എൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ പെൺകുട്ടി അമ്മയോട് പറയുക: അമ്മ എന്തിനാ അമ്മയെ കരയണേ, നമുക്ക് നമ്മുടെ ഈശോയല്ലേ കൂടെയുള്ളതെന്ന്. ഇത് പറയേണ്ടത് ധ്യാനിപ്പിക്കുന്ന വൈദികനായ ഞാനാണ്. പക്ഷെ എൻ്റെ അധരങ്ങൾ നിശ്ചലമായപ്പോൾ പരിശുദ്ധാത്മാവ് ആ പെൺകുട്ടിയിലൂടെ സംസാരിച്ചതാണെന്ന് ഞാൻ കരുതുന്നത്. ആ കുട്ടി പറയുക: അമ്മ എന്തിനാ അമ്മയെ കരയണേ, നമ്മുടെ ഈശോയല്ലേ നമ്മുടെ കൂടെയുള്ളേ. പ്രിയമുള്ളവരെ, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ഉള്ളിൽ കയറി പിടിച്ചിരിക്കുന്ന ബോധ്യം അത്. പക്ഷെ നമുക്കറിയാം, പ്രായമാകുന്നതനുസരിച്ച്, വർഷങ്ങൾ പിന്നിടുന്നതനുസരിച്ച് എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് ആ ബോധ്യം പതുക്കെ അകന്നകന്നു പോകും. കാരണം എന്താണെന്നറിയാമോ? നമ്മളൊക്കെ ബുദ്ധിയുടെ തലത്തിൽ എല്ലാത്തിനെയും അളക്കാനും ചിന്തിക്കാനും ഒക്കെ തുടങ്ങി. വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയാ. ഒന്ന് കരമടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഞാനൊരു കോതമംഗലം നാട്ടുകാരനാണ്. ഞാൻ ആദ്യമായിട്ട് താമസിച്ചുള്ളൊരു ധ്യാനം കൂടുന്നത് സെമിനാരി വന്നേ പിന്നെയാണ്. അതുവരെ പഠിച്ചിരുന്ന കാലഘട്ടത്തൊന്നും അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ അധികം ധ്യാനങ്ങൾ, കൺവെൻഷനൊന്നും ഇല്ല. ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് ധ്യാനങ്ങളും കൺവെൻഷനും ഒക്കെ. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ചാലക്കുടി, തൃശ്ശൂർ ഈ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ധ്യാനം കൂടാൻ, ഇഷ്ടംപോലെ വചനം കേൾക്കാൻ, ആത്മീയമായിട്ട് വളരാൻ സാഹചര്യങ്ങളെ ദൈവം വാരിക്കൊരി തന്നൊരു സമൂഹമാണ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് പുണ്യപ്പെട്ട മറിയം ത്രേസ്യയുടെയും വിധേയത്തലച്ചൻ്റെ ഒക്കെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഒരു ഇടവക ദേവാലയത്തിൽ അംഗങ്ങളാകാൻ ഭാഗ്യം ലഭിച്ചവരാണ് നിങ്ങൾ. കരമടിച്ചു ദൈവത്തിന് നന്ദി പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നമുക്ക് ആത്മീയമായിട്ട് വളരാൻ സാഹചര്യം കിട്ടിയിട്ടില്ല എന്ന് പറയാൻ അവകാശം, നിങ്ങൾ പൂരിപ്പിച്ചോ? അവകാശം ഇല്ല. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് വിശ്വാസത്തിൽ വളരാൻ പറ്റിയില്ല, ആത്മീയ കാര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറയാൻ അവകാശമില്ലാത്തവരാണ് നമ്മൾ. ഹല്ലേലൂയ. പക്ഷെ സത്യം അതല്ലെന്ന് നമുക്കറിയാം. നമുക്കിതെല്ലാം തത്വത്തിൽ നമ്മുടെ തലയിലുണ്ടെങ്കിലും ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളൊക്കെ പഴയതുപോലെ അയ്യോ പാവം, ഹല്ലേലൂയ,
യേശുവേ നന്ദി. യേശുവേ നന്ദി. കുഞ്ഞുങ്ങളുടെ ബോധ്യം അത്ര ശക്തമാണ് പ്രിയമുള്ളവരെ. ദൈവം ആഗ്രഹിക്കുന്നത് അതുപോലെ ഒരു ബോധ്യത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരണമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്തുമാത്രം പ്രാർത്ഥന ചൊല്ലി എന്നുള്ളതല്ല, നമ്മൾ എന്തുമാത്രം ആത്മീയ കാര്യങ്ങളിൽ പങ്കെടുത്തു എന്നുള്ളതല്ല, എത്ര ധ്യാനം കൂടി, എത്ര കൺവെൻഷനിൽ പങ്കെടുത്തു, എത്ര പ്രാർത്ഥനാ കൂട്ടായ്മയിൽ അംഗമാണ്, എത്ര പ്രാർത്ഥനകൾ ചൊല്ലി, ഇതല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം. പിന്നെയോ ഞാൻ കൂടിയതും കണ്ടതും കേട്ടതുമായ എൻ്റെ അനുഭവം വെച്ച് എനിക്ക് എന്തുമാത്രം ആ ദൈവത്തിൻ്റെ ശക്തിയിൽ, ആ ദൈവത്തിൻ്റെ സംരക്ഷിക്കുന്ന കരുതുന്ന സ്നേഹത്തിൽ എനിക്ക് ആഴമേറിയ ബോധ്യമുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഹല്ലേലൂയ. അവിടെയാണ് എൻ്റെ വിശ്വാസ വളർച്ച, അവിടെയാണ് എൻ്റെ ആത്മീയ വളർച്ച ഇരിക്കുന്നത്. കരമടിച്ചുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്നുണ്ട് എന്ന് വിചാരിക്കൂ. എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ പ്രാർത്ഥന, ബൈബിൾ വായന എല്ലാം ഉണ്ട്. എന്നിട്ടും ജീവിതത്തിൽ ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോഴത്തേക്ക് ഞാൻ കുടുകൂടാ വിറയ്ക്കുകയാണെങ്കിലോ പോയി അല്ലേ. ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ പോലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല, പെട്ടെന്ന് തളർന്നു പോകും. അപ്പം ചിലർ ചിന്തിക്കുക, ചില അമ്മച്ചിമാർ എന്നെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്, പറഞ്ഞ കേട്ടതൊന്നും പറഞ്ഞ അച്ഛനൊരു ടെൻഷനും ഇല്ല എന്ന്. പറയുള്ളവരെ, എനിക്കും ടെൻഷനൊക്കെ ഉണ്ട്, എനിക്കുണ്ട് ടെൻഷൻ. ജീവിതത്തിലൊരു പ്രതിസന്ധി വന്നാൽ ഞാനും ടെൻഷൻ അടിക്കും. പക്ഷെ ഒരു മേജറായിട്ടുള്ള പ്രോബ്ലം ആണെങ്കിൽ ഏത് മനുഷ്യനാണേലും ആ ടെൻഷൻ ഉണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷെ എന്ന് കരുതി തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ടെൻഷൻ അടിക്കണോ? ടെൻഷൻ അടിക്കണോ? അങ്ങനെയാണ് എന്തോ കുഴപ്പമുണ്ട് അല്ലേ. ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ കരം പിടിച്ച് പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നവരായിരിക്കണം വിശ്വാസികളെന്ന്. ഒന്ന് കരം പിടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? കുറേ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ ഇപ്പോഴത്തെ പ്രാർത്ഥന. എൻ്റെ ജീവിതം മുന്നോട്ടുള്ള വഴികളിൽ ദൈവമേ, നീ എന്നെ കരുതുന്ന ദൈവമാണ്, നീ എന്നെ വഴി നടത്തുന്ന ദൈവമാണ്, എൻ്റെ കാര്യത്തിൽ നിന്ന് ശ്രദ്ധാലുവാണ്. ആടുകളെ മേച്ചിൽപ്പുറത്തേക്ക് നയിക്കുന്ന ഇടയനെ പോലെയാണ് നീ എങ്കിൽ കർത്താവേ, എനിക്കെന്താ വേണ്ടതെന്ന് നിനക്ക് നിങ്ങൾ പറഞ്ഞു, എനിക്കെന്താ വേണ്ടെന്ന് നിനക്ക് അറിയാം. കർത്താവേ, ഇത് വിശ്വസിക്കാനുള്ള കൃപ എനിക്ക് തരണേ. അതിനിടയിൽ പ്രശ്നങ്ങൾ വരും, സങ്കടങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, ക്ലേശങ്ങൾ വരും. ഇതെല്ലാം വന്നാലും ശരി, ഞാൻ തളരുകയില്ല, ഞാൻ വീഴുകയില്ല. കാരണം എൻ്റെ കർത്താവ് എൻ്റെ കരം പിടിച്ചിട്ടുണ്ട്. കരം പിടിച്ചൊന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞേ. സങ്കീർത്തനം 23 എല്ലാവർക്കും അറിയാവുന്ന മനോഹരമായ സങ്കീർത്തനമാണ്. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും പറഞ്ഞാൽ മാത്രം പോരാ, അത് വിശ്വസിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ ഇടയൻ കർത്താവാണ്, അതുകൊണ്ട് എനിക്കൊന്നിനും. തൊട്ടടുത്ത് പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. എന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ മനോഹരമായ വചനങ്ങളാണ്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് എൻ്റെ കൂടെ ഉള്ളതിനാൽ. ഹല്ലേലൂയ. ഇതൊക്കെ വായിക്കാൻ കൊള്ളാം. അപ്പം നമ്മളിപ്പോൾ എന്താ പ്രാർത്ഥിക്കണമെന്ന് അറിയാമോ? ഇതൊന്ന് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി. കർത്താവേ, ഭയത്തിൻ്റെ ആത്മാവ് എന്നെ വിട്ടുപോകട്ടെ, നിരാശയുടെ, ആകുലതയുടെ, ഉത്കണ്ഠതയുടെ അരൂപി എന്നെ വിട്ടുപോകട്ടെ. എന്നിട്ട് എൻ്റെ ദൈവം, അവൻ ജീവിക്കുന്ന ദൈവമാണ്, എൻ്റെ സൃഷ്ടാവാണ്, എന്നെ പരിപാലിക്കുന്നവനാണ്. എൻ്റെ ജീവിതത്തിൽ സന്തോഷങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. ഏതവസ്ഥയിലൂടെ കടന്നു പോയാലും എൻ്റെ കർത്താവ് എന്നെ പരിപാലിക്കും. ഇത് വിശ്വസിക്കാനുള്ള കൃപ എനിക്ക് തരണേ. 2 കരങ്ങളൊന്ന് യാചനാപൂർവ്വം തുറന്നു പിടിച്ചേ. എന്നിട്ട് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആകുലതകളോ ഉത്കണ്ഠതകളുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ദൈവകരങ്ങളിലേക്ക് ഉയർത്തിക്കേ. കണ്ണുകളടച്ച് 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നമ്മൾ ഉയർത്തി നമ്മുടെ കുടുംബം മനസ്സിലൊന്ന് കൊണ്ടുവരെ. എന്നിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, ദുഃഖങ്ങൾ, ദൈവമേ, നീ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല, നീ അറിയാതെ എൻ്റെ കുടുംബത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ കർത്താവേ, അത് വിശ്വസിക്കാനുള്ള കൃപാവരം എനിക്ക് തരണേ. തളർന്നു പോകാതെ, നിരാശപ്പെട്ടിരിക്കാതെ എൻ്റെ ദൈവമേ, നിന്നോട് ചേർന്ന് നിൽക്കാൻ
നിന്നോട് ചേർന്ന് നിന്ന് നീ ആഗ്രഹിക്കുന്ന വഴികളിലൂടെ എന്നെ, എൻ്റെ കുടുംബത്തെ മുന്നോട്ട് നയിക്കാനുള്ള കൃപ എനിക്ക് തരണേ. കരങ്ങൾ ഉയർത്തുന്ന ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ആരാധന, ആരാധന. നിങ്ങളായിരിക്കുന്ന ഇടങ്ങൾ, നിങ്ങളുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും സർവശക്തനായ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും വിടുവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയും അനുഗ്രഹവും നിങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ. ആകുലതകൾ, അസ്വസ്ഥതകൾ, ഉത്കണ്ഠതകൾ നമ്മുടെ ഭരണം നടത്താൻ അനുവദിക്കരുതേ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നിന്റെ കൃപയും അനുഗ്രഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അത്യുന്നതനായ സർവശക്തനായ കർത്താവേ, ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ. ഞങ്ങൾക്ക് ഉറച്ച ബോധ്യം നൽകണമേ, പ്രത്യാശ നൽകണമേ, വിശ്വാസത്തിന്റെ വളർച്ച നൽകി ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.